ഡോക്ടർ, ഞാൻ 35 വയസ്സുള്ള ഒരു വിവാഹിതനാണ്. ഇപ്പോ ഒരു കുഞ്ഞിന്റെ അച്ഛന്. 1.5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. കുറെ ബ്ലഡ് വേണ്ടി വന്നു. എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആവശ്യമായ ബ്ലഡ് തന്നത്. ഇപ്പോൾ എന്റെ ഭാര്യ പ്രസവിച്ചു. കുഞ്ഞിന് 4 മാസം പ്രായമായി. അതും ഇതും തമ്മിലുള്ള ബന്ധമുണ്ട് സാർ. കുഞ്ഞിന് എന്റെ സുഹൃത്തിന്റെ മോച്ചായാണ്. അവന്റെ നെറ്റിയിലെ മറുകു പോലും കൃത്യമായിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ സുഹൃത്തിന്റെ ബ്ലഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എന്റെ ഭാര്യ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഡോക്ടർ? കൃത്യമായ ഒരു മറുപടി തരണം. ഡോക്ടറുടെ മറുപടിയിലാണ് എന്റെ കുടുംബ ബന്ധം തൂങ്ങിക്കിടക്കുന്നത്. അതുകൂട്ടി, ആ കുടുംബ ബന്ധം തകർക്കണ്ട. അങ്ങനെ സംഭവിക്കും എന്ന് താൻ മറുപടി എഴുതിക്കോ. വേണമെങ്കിൽ ഓ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ മറിച്ചും തിരിച്ചു എഴുതിക്കോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കോ. ഓക്കെ, ഇനി ഞാനേറ്റ്. സാധാരണ മനഃശാസ്ത്ര പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്തേനെ. ഇതിൽ ബ്ലഡിന്റെ കാര്യം വന്നുകൊണ്ടാണ് അഡ്വൈസിന് വേണ്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മിസ്റ്റർ മനസുഖം പത്രാധിപർ മതംകുട്ടി, സർ, ഗോൺസാൽവസ് ആയി കള്ളപ്പേരിൽ മനഃശാസ്ത്ര പങ്ക്തി എഴുതുന്ന സൂക്ഷിച്ചു വേണം. തടി കേടാവും. മേനോൻ സാർ എന്റെ ഉപദേശകനായിരിക്കുന്നിടത്തോളം കാലം എന്റെ തടി കേടാവൂല. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഈ ലക്കം മനസ്സോ വേണ്ടെങ്കിൽ വേണ്ട. ഇതേപോലെ തന്നെയായിരുന്നു കാലടി ശങ്കര കോളേജ് പഠിക്കുമ്പോഴേ ആർട്സ് ക്ലബിന്റെ ഫെസ്റ്റിവലിന് കലാഭവന്റെ പരിപാടി വെച്ചു. നമ്മൾ അതിന് മുകളിൽ വേറെ പരിപാടി. നന്ദു സാറിനെ തിരക്കി നടക്കായിരുന്നു. ഓർക്കസ്ട്രാക്കാരൊക്കെ റെഡിയല്ലേ? ഒക്കെ റെഡിയാണ് സാർ. എന്നാ പിന്നെ ഗാനമേള നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ ആർട്സ് ക്ലബ് ഇനാഗുറേഷനുള്ള ആളെ കിട്ടിയോ? ഒരാളെ ഞങ്ങൾ ചാക്കിട്ട് വെച്ചിട്ടുണ്ട്. ആരാ? ഡോക്ടർ ജോർജ് ചെറിയാൻ. ആ സൈക്കാട്രിസ്റ്റ്. എടോ, ആർട്സ് ക്ലബ് മനഃശാസ്ത്രം തമ്മിൽ എന്താ ബന്ധം? അതുമായിട്ട് ബന്ധമുള്ള വല്ല സിനിമാക്കാരെ മറ്റേ വിളിച്ചൂടെ? വിളിക്കാഞ്ഞിട്ടാണോ? വരാൻ ആരെങ്കിലും സമ്മതിക്കണ്ടേ? കോളേജ് എന്ന് പറയുമ്പോ ഏതാണ്ട് പ്ലേഗ് എന്ന് കേൾക്കും പോലെയാ. പോരാത്തന്നെ ആ ഫ്രെഡിയും കൂട്ടറും ചില പാറകളും വെക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫംഗ്ഷൻ കൊളാവോടോ? അതൊന്നുമില്ല, അതിനുള്ള പരിപാടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല, ഗംഗ എവിടെ? ക്ലാസ്സിലാ. അത് കൊള്ളാം. സോങ് പ്രാക്ടീസ് ഇവിടെ എത്ര ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ആരെങ്കിലും ചെന്നേ? ഞങ്ങൾ ഇന്ന് പോണോ? ഇന്നത്തെ ടീച്ചറുടെ ക്ലാസ്സാ. എന്താ പേടിയാ? പേടിയായിട്ടില്ല, എന്തെങ്കിലും ചളവിളാന്ന്. സാർ, ഞാൻ പോയി വിളിച്ചോണ്ടുവരാം. ആ ചെല്. The middle ear is an air-filled chamber laying in the temporal bone on the inner wall. എക്സ്ക്യൂസ് മീ. Yes? സോങ് പ്രാക്ടീസ് ചെയ്യാൻ ഗംഗയെ വിളിക്കുന്നുണ്ട്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഓർക്കസ്ട്രക്കാരൊക്കെ വന്നിട്ടുണ്ട്. നന്ദു സാർ പറഞ്ഞിട്ടാ. ഗംഗ പോന്നോ? എന്നാ ചെല്ല്. ഞങ്ങൾക്കും ബ്രേക്ക് ഡാൻസിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? സോറി, ഇപ്പോഴാ ഓർത്തത്. നോ, ഇനി ഇപ്പൊ പോവാൻ പറ്റില്ല. ഓ, നന്ദു സാർ വിളിക്കുന്നവരെ മാത്രമേ വിടുള്ളൂ അല്ലേ? എന്തിനെങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യത്തിനൊക്കെ. നന്ദേട്ടന് സില്ലി ആയിരിക്കും, പക്ഷെ ഞാൻ എത്ര ഇൻസൾട്ടഡ് ആയെന്നറിയോ? നീ ഇങ്ങനെ ശ്വാസം പിടിച്ച് ലെക്ചർ ചെയ്യാമെന്ന് നടന്നിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നത്? എന്നാ പിന്നെ ഞാനും കൂടെ അവരോടൊപ്പം ഡാൻസ് ആടാണ്ടാ? ബെസ്റ്റ് ഐഡിയ. നന്ദേട്ടാ, അതെ. ഓ, നീ ഇങ്ങനെ കുത്തി പിടിച്ച് പഠിപ്പിച്ചാൽ തന്നെ പിള്ളേര് ചൊവ്വാവില്ല. ഇടയ്ക്ക് റിലാക്സ് ഒക്കെ വേണ്ടേ? എന്തു? എനിക്കറിയാം, ഞാൻ ആകാശത്ത് ടീച്ചറായിട്ട് പൊട്ടി വീണൊന്നുമല്ല, സ്റ്റുഡന്റ് ആയിട്ട് തന്നെ വന്നേ. നീ പുസ്തകപ്പുഴുവായിട്ട് വളർന്നു കരുതി? പുസ്തകപ്പുഴായിട്ടൊന്നുമല്ല, ഞാനും ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്, അറിയാലോ. ഓക്കെ, റിലാക്സ്. എന്താ ഇനി മൂടോട്ട് മാറിക്കേ? വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സുന്ദരമായ രാത്രി കളയണോ? തനിക്ക് ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് കേൾക്കണ്ടേ? വേണ്ട. ഓ, അങ്ങനെ പറയില്ല എന്തുട്ടി. തന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കോളേജിലെ ഗാനമേളയുടെ ഫുൾ ഇൻചാർജ് ഏറ്റെടുത്തത്. സുഖിപ്പിക്കല്ലേ? ഓ, സത്യമായിട്ടും അതെ. ട്യൂൺ ചെയ്യുമ്പോ മനസ്സ് മുഴുവൻ നീയായിരുന്നു. ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴുള്ള നിന്റെ നോട്ടം, ചിരി, വെപ്രാളം. മതി മതി. ആ പിന്നെ പാട്ട് കേൾക്കാൻ ഫ്രണ്ട് റോയിൽ തന്നെ എന്തുട്ടി വേണം. ഉണ്ടാവില്ലേ മോളെ? കൊഞ്ചല്ലേ? ആദ്യം സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് ഈ ടേബിൾ പിടിച്ച്. സംഗതി ആകൊളമായി. എന്താ? ആർട്സ് ക്ലബ് ഉദ്ഘാടകൻ ഡോക്ടർ ജോർജ് ചെറിയാനല്ലേ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ലെന്ന്. വേറെ എന്തോ കോൺഫറൻസ് ഉണ്ടെന്ന്. ഓ,
ഇനിയിപ്പോ എന്ത് ചെയ്യും? സാർ വിചാരിച്ചാൽ നടക്കും. വേറെ ഏതെങ്കിലും ഡോക്ടർ പകരത്തിന്. സോറി, ഇക്കാര്യം മാത്രം എന്നോട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ. ഈ ഒരു അവസരത്തില് സാറ് കൂടി ഒഴിയരുത്. പ്രസ്റ്റീജ് പ്രശ്നം. ഏയ് നന്ദു എന്തായി പറയണേ? കോളേജ് ഇനോഗ്രേഷൻ ഞാൻ വരാനോ? എന്റെ മുഖത്തിലെ ഷേപ്പ് മാറ്റുന്ന നിനക്ക് എന്താ അത്ര നിർബന്ധം? അയ്യോ, അങ്കിളിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. ആ സൈക്കാട്രിസ്റ്റ് സമയത്ത് കാല് മാറിയതുകൊണ്ടല്ലേ. അത് അയാളുടെ ആയുസിന്റെ ബലം കൊണ്ടാ. ഛേ, തമാശ പറയാനുള്ള സമയം അല്ല അങ്കിളേത്. യൂണിയൻ ഭാരവാഹികളൊക്കെ എന്റെ അടുത്ത് തന്നെയുണ്ട്. അവർക്ക് ആകെ ടെൻഷനില്ല. അങ്കിൾ കൂടി കൈ ഒഴിഞ്ഞ അവരുടെയൊക്കെ മുഖത്തിന്റെ ഷേപ്പ് മാറും. എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേറൊരാളെ അയക്കാം. വെറുതെ കിടന്ന് കൂവാ. ഇതാ സൈക്കാട്രിസ്റ്റ്. ഡോക്ടർ ഗോൺസാൽവോസ് ആണോ? ഞാൻ ആരോഗ്യസ്വാമി. ഗോൺസാൽവോ സാറിന്റെ ബോഡി കഴിഞ്ഞിട്ട് മേനോൻ സാർ അയച്ചതാണ്. ഗോൺസാൽവോസ് ഉണ്ടല്ലോ. മാറി നിൽക്കൂ. പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് ചേർന്ന് നിൽക്കൂ. സർവമംഗളാനുഭവന്തു. എവിടെയാണ് സ്റ്റേജ്? ഫംഗ്ഷൻ തുടങ്ങാൻ അല്പം താമസം. തൽക്കാലം സ്റ്റാഫ് റൂമിലിരിക്കാം. താനാണോ രാജീവ്? അതെ. പ്രശ്നമുണ്ടല്ലോ. അല്ല, എന്ത് പ്രശ്നമാണ് സാർ? പറയാം. ആരോഗ്യം. ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പഠിച്ചു വെച്ചോ. എവിടെയാണ് സ്റ്റാഫ് റൂം? ഇതാ അവിടെയാണ് സ്റ്റാഫ് റൂം. ആപത്തിക്കും കരണി. സോറി. സാറിനകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട്. ഓക്കെ, താങ്ക് യു. കറിയാച്ചേട്ടനില്ലേ? അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ട്. അത് പിന്നെ റൂം മേറ്റിന് പറഞ്ഞാലും ബാർ മേറ്റിന് മറക്കാൻ പറ്റുമോ? അപ്പൊ ബാർമറ്റേ ഇയാൾ ഇവിടുത്തെ സ്വാമി? സ്വാമിയില്ല, ഡോക്ടറാ. മനസ്സുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനഃശാസ്ത്രജ്ഞനാ. എന്നിട്ട് എന്താ ഈ വേഷം? പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ. ചേട്ടൻ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴോ? ഇല്ല. എന്ന കാണണം. അതിലെ സൈക്യാട്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ. പിന്നല്ലാതെ നിന്നെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാതെ സൂക്ഷിച്ചു. വല്ല വൈദ്യന്മാരെ കണ്ടാൽ ചിലപ്പം വലയിട്ട് പിടിച്ചു കളി. അതെന്തിന്? കരകുരുക്കുന്ന സാധനം ഉണ്ടാക്കാൻ. അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൽവാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂവലിന് ശക്തി പോരാ. കൊള്ളാം. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ, അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുഞ്ഞുവാകാൻ പോണില്ല. നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ. ക്ലാസുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം. എന്നും കള്ളു കുടിക്കണം. ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. ജീവിതത്തിലാകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ കൈവെള്ളച്ചാർത്തി. നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം. പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. എങ്കിലേ ജീവിക്കാനൊരു രസമുണ്ടാകും. ദ ഡിസ്ട്രിബ്യൂട്ടഡ് അട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് യൂസ്ലെസ് എന്നാണ് വ്ളാഡിമിർ പറഞ്ഞിരിക്കുന്നത്. മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല.
നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബിന്റെ ആ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. എന്റെ ഭാര്യയാണ്. സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങി. സോറി, കൂവലടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ. ഓ അങ്ങനെയാണോ? ആ. ഇറ്റ്സ് ഗുഡ്. ആ പിന്നെ മിസ്റ്റർ ഗോൺസാൽവോസ്, നന്ദഗോപാലൻ സാർ ഒരുക്കിയ ഗാനമേളയുണ്ട്, സ്വല്പം കേട്ടിട്ട് പോകാം. സോറി ഫാദർ, എനിക്ക് സമയമില്ല. അത്യാവശ്യമായിട്ട് ഊളംപാറയിലെത്താം. അവിടെ വലിയ ഉദ്ഘാടനമാണോ? അല്ല, കുറച്ച് റെസ്റ്റ് എടുക്കണം.